ചൈന ഉണ്ടാക്കുന്ന വാട്ടർ ബോംബിനെ പറ്റി അറിയാമോ? അറിയാം, അതെല്ലാവരും അറിഞ്ഞു കാണുന്നുണ്ടല്ലോ ഇപ്പോൾ തന്നെ. നമ്മുടെ തലയ്ക്ക് മുകളിൽ ഒരു ഡാം ഇവർ കെട്ടുന്നത് ഇവിടെ ആസാമിന്റെ അവിടെ അതിർത്തിയിൽ വന്നിട്ട് നമ്മളെ ഇപ്പൊ തന്നെ തീർക്കും. നിയന്ത്രണം തീർക്കാനല്ല, പേടിപ്പിക്കാൻ അതിനു വേണ്ടി. പക്ഷെ എന്തായാലും അങ്ങനെ ഒരു ഡാം കെട്ടി ഇന്ത്യ എങ്ങനെ ഞൊട്ടിക്കളയാന്നൊക്കെ ഇവർ വിചാരിച്ചു. പക്ഷെ അതിനൊരു കൃത്യമായിട്ടൊരു മറുപടി ഇന്ത്യ നൽകിയിട്ടുണ്ട്. പക്ഷെ അത് ടിബറ്റിലാണ് ഇവരത് ചെയ്തെങ്കിൽ മറ്റേ കൊടുത്താൽ ഭൂട്ടാനിലും കിട്ടുമെന്ന് കണ്ടിട്ടില്ലേ? അപ്പൊ ഭൂട്ടാനിലാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. ഭൂട്ടാനില് നെഞ്ചത്തൂടെ, ചൈനയുടെ നെഞ്ചത്തൂടെ തന്നെ ഇന്ത്യ റോഡ് പണി തുടങ്ങിയിരിക്കുകയാണ്. അപ്പം അതെ, ചൈനയുടെ നെഞ്ചത്തോട്ട് കയറിയാണ് ഈ പരിപാടി ചെയ്തിരിക്കുന്നത്. കാരണം ടിബറ്റ്, അതെ, ഇന്ത്യയും ചൈനയും തമ്മിൽ 2017 സംഘർഷം ഉണ്ടായിട്ടുള്ള ഡോക്ലാം പ്രവിശ്യയിലേക്ക് കൂടുതൽ വേഗത്തിലും എളുപ്പത്തിലും എത്തുന്നതിനാണ് ഇന്ത്യ അവിടെ ഈ റോഡുകൾ നിർമ്മിക്കുന്നത്. ഭൂട്ടാനിൽ ഇതിൻ്റെ ഭാഗമായിട്ട് നിർമ്മിച്ച റോഡിലൂടെ സാധനങ്ങൾ വേഗത്തിൽ എത്തിക്കാനും ഈ സൈനിക നീക്കം എളുപ്പത്തിൽ സാധ്യമാക്കാനുമാകും എന്നുള്ള ഒരു കാൽക്കുലേഷനിലാണ് ഇവർ ചെയ്യുന്നത്. ഇന്ത്യയുടെ ഈ നടപടി വലിയൊരു തിരിച്ചടിയാണ് ചൈനയ്ക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ചൈനയുടെ ഒരു കളികളും ഇനി ആ മേഖലയിൽ നടക്കാൻ പോകുന്നില്ല. ഭൂട്ടാനിലെ ഹാ താഴ്വരയിലെ 21 കിലോമീറ്റർ അകലെയുള്ള ദോക്ലാമിനെയും ബന്ധിപ്പിച്ചിട്ടുള്ള റോഡാണ് ഈ ഭൂട്ടാനിൽ നിർമ്മിച്ചിരിക്കുന്നത്. 254 കോടി രൂപ ചെലവഴിച്ചാണ് റോഡ് നിർമ്മാണം. ഈ റോഡ് ഭൂട്ടാൻ പ്രധാനമന്ത്രി തോക്ബൈ ഷെറീൻ ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ എന്തായാലും ഭൂട്ടാനിലെ ജനങ്ങൾക്കേറെ ഉപകാരപ്പെടുന്നതാണ് ഈ റോഡ്. ടിബറ്റിലെ ചുംബി താഴ്വരയിലേക്ക് നീളുന്നതാണ് ഈ റോഡ്. അവരുടെ പേരുകളാണ് ഇതൊക്കെ. അതെ, എന്തായാലും ഈ താഴ്വരയിൽ ചൈന സ്വന്തം സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ട്. അത് വരുമല്ലോ. ഇനി ഭൂട്ടാൻ സൈന്യത്തിനും ഇവിടേക്ക് എത്താനാകും. ചരക്ക് നീക്കത്തിനും ഈ റോഡുകൾ ഏറെ ഉപകാരപ്രദമാണ്. ഭൂട്ടാനാണ് ഈ റോഡ് ആവശ്യമെങ്കിലും ഭാവിയിൽ ഈ മേഖലയിൽ എന്തെങ്കിലും ആവശ്യം വന്നാൽ ഇന്ത്യക്ക് ഈ റോഡുകൾ ഉപയോഗിക്കാനാകും. സൈനിക നീക്കത്തിനാണെങ്കിലും സൈനിക നീക്കത്തിനാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കേണ്ടി വരിക. ഇന്ത്യയിലേക്ക് എപ്പോഴും വിഷയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതെ, അപ്പൊ ഇതാണ് ചൈനയെ പൊള്ളിക്കുന്നത്. ഇന്ത്യക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള അവർ ആ പണി പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അതെ, ഇവന്മാർക്ക് ഒരു പണി കൊടുക്കണം എന്ന് വിചാരിക്കുമ്പോ അപ്പുറത്തുനിന്ന് മറുപടി വരും എന്നുള്ളത് പ്രതീക്ഷിച്ചില്ല. അതെ, അപ്പൊ ഇത് എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള പണികൾക്കും ചെറിയ രീതിയിലുള്ള പണികൾക്കും എല്ലാത്തിനും മറുപടി വരുന്നുണ്ട്. അതാണ് പ്രശ്നം. നേരത്തെ ഇവിടെ അകത്ത് കയറി അടിച്ചാൽ പോലും ഒന്നും മിണ്ടാതിരുന്ന സർക്കാരായിരുന്നല്ലോ. അതെ, മറ്റൊരു കാര്യമുണ്ട്. ക്രിക്കറ്റ് മാച്ച് കാണാൻ പോകും. 1 വർഷം കഴിയുന്നതിന് മുന്നേ തന്നെ പാകിസ്ഥാനുമായിട്ട് പോയിരുന്ന് ക്രിക്കറ്റ് മാച്ച് കാണുക. അത് വേറെ പ്രശ്നമൊന്നുമില്ല. പാകിസ്ഥാനും വിക്റ്റിമാണ് തീവ്രവാദത്തിന്റെ എന്നൊക്കെ പറയുന്ന. ഇപ്പൊ അങ്ങനെയുള്ളവരല്ല ഇവിടെ ഇരിക്കുന്നത്. അതെ, ഇപ്പൊ ഈ പറയുന്നത് പോലെ മറുപണി വരുമ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല ഞങ്ങളിത് ഇപ്പൊ ശരിയാക്കും എന്നൊന്നും പറയല്ല. പണി വന്നു കഴിയുമ്പോൾ അയ്യുവന്മാര് പണിതോ, ഇവര് കേറി മേഞ്ഞിട്ട് പോയല്ലോ ദൈവമേ എന്ന് ആലോചിക്കുന്ന രീതിയിലാണ്. അതെ, അപ്പൊ എന്തായാലും ഭൂട്ടാനുമായിട്ടുള്ള ബന്ധം ശക്തിപ്പെടുത്താനുള്ള ഇന്ത്യയുടെ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പുതിയ നീക്കം ഉണ്ടായിരിക്കുന്നത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യ ചൈന അതിർത്തിയിൽ ഇന്ത്യക്കൊപ്പം നിൽക്കുന്ന ഭൂട്ടാൻ എന്ന കുഞ്ഞു രാജ്യം ചൈനയുടെ കണ്ണിലെ കരടാണ്. 2017 ദോക്ലാമിന്റെ ജംഫരി റിഡ്ജിനോട് ചേർന്ന് ചൈന റോഡ് നിർമ്മിക്കാൻ ശ്രമിച്ചിരുന്നു. ഓപ്പറേഷൻ ജൂനിപ്പർ നീക്കത്തിലൂടെ ഇന്ത്യ ഈ നിർമ്മാണം തടഞ്ഞിരുന്നു. 72 ദിവസത്തോളം നീണ്ട സംഘർഷ സാഹചര്യത്തിനൊടുവിലാണ് മേഖലയിൽ നിന്ന് ചൈനീസ് സൈന്യം പിന്മാറിയത്. അപ്പോൾ ഇന്ത്യൻ സൈന്യം അടിച്ചോടിച്ചു എന്ന് പറയുന്നതാണ് സത്യം. എന്നാൽ പിന്നീട് ചൈന ദോക്ലാമിൽ ഹെലിപ്പാഡുകളും മറ്റും നിർമ്മിച്ച് ഈ ഭാഗത്ത് സൈനിക വിന്യാസം കൂട്ടി. സിക്കിം, ഭൂട്ടാൻ, ടിബറ്റ് എന്നീ പ്രദേശങ്ങൾ കൂടിച്ചേരുന്ന ഇടത്താണ് ഈ ദോക്ലാം. അപ്പോൾ ഈ ഭാഗത്ത് ഇന്ത്യൻ സൈനിക വിന്യാസം കൂടുന്നതിൻ്റെ ഭാഗമായാണ് ഭൂട്ടാനിലെ ഇന്ത്യൻ റോഡ് നിർമ്മാണം. ഇതിൻ്റെ ഭാഗമായി 5 പാലങ്ങളും നിർമ്മിച്ചിട്ടുണ്ട്. ടിബറ്റ് സ്വയംഭരണ മേഖലയിലെ ചുംബി താഴ്വരയിലേക്ക് ഈ റോഡ് ബന്ധിപ്പിക്കപ്പെടുകയാണ്. ഇന്ത്യ ചൈന അതിർത്തിയോട് ചേർന്നാണ് ഭൂട്ടാൻ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ചൈനയിൽ നിന്നുള്ള വെല്ലുവിളികളും നേരിടുന്നുണ്ട്. ഇക്കാരണത്താൽ ഭൂട്ടാനുമായിട്ടുള്ള പങ്കാളിത്തത്തെ ഇന്ത്യ പ്രധാനമായി തന്നെ കാണുന്നുണ്ട്. ഇന്ത്യൻ ആർമി ചീഫ് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി അടുത്തിടെ ഭൂട്ടാൻ സന്ദർശിച്ചിരുന്നു. ഹവാലി റോഡിനെ കുറിച്ച് അദ്ദേഹത്തിന് വിശദീകരണം ലഭിച്ചിരുന്നു. റോഡിൽ 5 പാലങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇതെല്ലാ കാലാവസ്ഥയിലും മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന പാലങ്ങളാണ്. BROയുടെ പ്രൊജക്ട് ദന്തക്കിൻ്റെ ഭാഗമായിട്ടാണ് ഈ റോഡ് വന്നിരിക്കുന്നത്. പല പ്രൊജക്റ്റുകളുണ്ട്.
അപ്പോൾ അതിൽ ഈ പ്രൊജക്ട് ദന്തക് എന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ റോഡ് വന്നിരിക്കുന്നത്. BRO ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് രഘു ശ്രീനിവാസൻ പദ്ധതി അവലോകനം ചെയ്യുന്നതിനായിട്ട് ഭൂട്ടാനിലേക്ക് ഔദ്യോഗിക സന്ദർശനവും നടത്തിയിരുന്നു. ഭൂട്ടാൻ്റെ വികസനത്തിൽ BROയുടെ പങ്കിനെ പ്രശംസിച്ച രാജാവ് ജിഗ്മെ, അവിടുത്തെ രാജാവാണ് ജിഗ്മെ കേസർ നാംഗ്വേൽ വാങ്ചുക്കിനെയും പ്രധാനമന്ത്രി ടോബ്ഗെയും അദ്ദേഹം കണ്ടിരുന്നു. രണ്ടുമുണ്ട് അവിടെ, ബ്രിട്ടനിലൊക്കെ ഉള്ള പോലെ പ്രധാനമന്ത്രിയുണ്ട് രാജാവുമുണ്ട്. അപ്പോൾ എന്തായാലും ഗതാഗതം, ടൂറിസം, ലോജിസ്റ്റിക്സ് എന്നിവ മെച്ചപ്പെടുത്തുക എന്നതാണ് 254 കോടി രൂപയുടെ നവീകരിച്ച റോഡ് കൊണ്ട് ലക്ഷ്യമിടുന്നത്. 1960 മുതൽ ഭൂട്ടാനിൽ BRO പ്രവർത്തിക്കുന്നുണ്ട്. 2017 ദോക്ലാം സംഘർഷത്തിന് ശേഷം അതിൻ്റെ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യയുടെ ഈ റോഡ് നിർമ്മാണവും ഭൂട്ടാനുമായിട്ടുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതും ചൈനയെ സംബന്ധിച്ച് അവർക്ക് വളരെ ചൊടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇതൊന്നും കണക്കാക്കാതെയാണ് ഇന്ത്യയും ഭൂട്ടാനുമായിട്ടുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തിപ്പെടുന്നത്. ഇന്ത്യൻ അതിർത്തികളിലേക്ക് കടന്നു കയറാനുള്ള ചൈനയുടെ എല്ലാ നീക്കത്തിനും തടയിടുകയാണ് ഇപ്പോൾ ഇന്ത്യ. ഇത് മാത്രമല്ല, ബ്രഹ്മപുത്രയിൽ ചൈന കാണിച്ചിട്ടുള്ള ചതിയൊക്കെ അറിയായിരിക്കുമല്ലോ. അതായത് അവിടെ ഈ പറയുന്ന നമ്മൾ ആദ്യം പറഞ്ഞ ജലബോംബ്, അവിടെ ഇന്ത്യ അതിന് കൊടുത്തിരിക്കുന്ന ഒരു മറുപടി കൂടിയാണിത് എന്ന് ലോകം വിലയിരുത്തുന്നുണ്ട്. കാരണം ഇന്ത്യയുടെ തലയ്ക്ക് മുകളിൽ ജലബോംബ് നിർമ്മിച്ച് ഇന്ത്യ അങ്ങ് ചൂണ്ടുവിരൽ നടത്താമെന്നൊക്കെ ഇവരങ്ങ് വിചാരിച്ചു. പക്ഷേ ബ്രഹ്മപുത്രയിലെ ഡാം നിർമ്മാണത്തെ ചൈന പറയും, നമ്മൾ വൈദ്യുതിക്കെന്നും പറഞ്ഞാണ് ഇത് തുടങ്ങുന്നത് എന്നൊക്കെയാണ് പറയുന്നത്. പുറമേ അങ്ങനെയല്ലേ പറയുള്ളൂ. പക്ഷേ ലക്ഷ്യം ഇന്ത്യക്കാരെ മുക്കിക്കൊല്ലാൻ വേണ്ടി വന്നാൽ ഇന്ത്യൻ ടിബറ്റും മുക്കിക്കൊല്ലാനുള്ള വാട്ടർ ബോംബ് നിർമ്മാണമാണ് എന്ന് പറഞ്ഞാൽ ഇവരെത്ര ക്രൂരന്മാരാണെന്ന് ആലോചിച്ച് നോക്കണം. ടിബറ്റ് എന്ന് പറയുന്ന രാജ്യം ഇവർക്ക് സ്വന്തമാക്കാൻ പറ്റിയില്ലെങ്കിൽ അവിടെയും നശിക്കട്ടെ. കഴിഞ്ഞ ടിബറ്റും നശിക്കട്ടെ, ഇന്ത്യയും നശിക്കട്ടെ. ഇത് സമാനമായിട്ട് വേറെ ആരെങ്കിലും പറഞ്ഞിട്ട് ഇന്നലെ പറഞ്ഞില്ലേ, റഷ്യയും ഇന്ത്യയും നശിക്കട്ടെ. സമാന ചിന്താഗതിയുള്ളവരാണ്. അതെ, അങ്ങനെയുള്ളവരാണ് ഈ ഷീ ജിൻപിങ്ങും ഡൊണാൾഡ് ട്രംപും. എന്തായാലും ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടിൻ്റെ നിർമ്മാണമാണ് ഇപ്പോൾ ബ്രഹ്മപുത്ര സേനയിൽ തുടങ്ങിയിരിക്കുന്നത്. അതായത് ഈ പറയുന്ന അവരുടെ തന്നെ ഒരു ത്രീ ഗോർജസ് ഡാം എന്ന് പറഞ്ഞ് അതാണ് ചൈനയിൽ അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഡാം. അതിൻ്റെ തന്നെ റെക്കോർഡ് ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ചൈന ഇപ്പോൾ ഈ ഡാം പൊട്ടിക്കുന്നതല്ല ഡാം കൊണ്ടുവരുന്നത്. ആ റെക്കോർഡ് പൊട്ടിച്ചിട്ട്. അപ്പോൾ എന്തായാലും 16,700 കോടി ഡോളറിൻ്റെ പദ്ധതിയാണ്. ഇത്രയും വലിയ പദ്ധതിയാണ്. ചൈന ഇത് 5 വൈദ്യുത പദ്ധതികൾ ഉൾക്കൊള്ളുന്ന അണക്കെട്ടാണിത്. ലോകത്തിലെ അതിൻ്റെ 3 മടങ്ങ്, അതായത് മുമ്പ് ഈ പറഞ്ഞ ത്രീ ഗോർജസ് ഡാമിൻ്റെ 3 മടങ്ങ് വൈദ്യുതി ശേഷി ഇതിനുണ്ട്. അപ്പോൾ ചൈന നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഈ അണക്കെട്ട് ഇന്ത്യക്കും ബംഗ്ലാദേശിനും വലിയ തലവേദനയാണ്. അത് ഈ ഇന്ത്യക്ക് മാത്രമല്ല, അടുത്തുള്ള ബംഗ്ലാദേശിനും ഇത് പണിയാണ്. അപ്പോൾ ബംഗ്ലാദേശ് ഇവരുടെ ഒരു ഏരിയയല്ല, പക്ഷെ ഇതിനകത്ത് പെട്ടുപോയി. അപ്പം പരിസ്ഥിതി ലോല മേഖലയിലെ കൂറ്റൻ നിർമ്മിതിയിൽ പാരിസ്ഥിതിക വിദഗ്ധരടക്കം ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. അരുണാചൽ പ്രദേശിൽ ചൈനയുമായി അതിർത്തി പങ്കിടുന്ന ആസം ജില്ലയോട് വളരെ അടുത്താണ് ചൈന പുതിയ അണക്കെട്ടിൻ്റെ നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ കൃത്യമായി പറഞ്ഞാൽ തെക്ക് കിഴക്കൻ ടിബറ്റിലെ മെഡോഗ് കൗണ്ടിയിലെ നിഞ്ചി പട്ടണത്തിലൂടെ ഒഴുകുന്ന യാർലുങ് സാങ്പോ, ബ്രഹ്മപുത്രയുടെ അവിടുത്തെ പേര്, അതായത് അവിടെയാണ് ഈ ഡാം നിർമ്മിക്കുന്നത്. 2024 ഡിസംബറിലാണ് ചൈനീസ് സർക്കാർ പദ്ധതിക്ക് അംഗീകാരം നൽകിയത്. ബ്രഹ്മപുത്രയിൽ കൈവയ്ക്കുന്നത് ഇന്ത്യക്ക് നേരെ കൈവയ്ക്കാൻ ചൈനയ്ക്ക് ഒരു ആയുധം തന്നെയാണ്. കാരണം ഈ ഡാം ബംഗ്ലാദേശിനും ഇന്ത്യക്കും ഒരുപോലെ ഭീഷണിയാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ബ്രഹ്മപുത്ര ഒരു വെറുമൊരു നദിയല്ല, ഇന്ത്യയുടെ വടക്കുകിഴക്കൻ മേഖലയിലെ ദശലക്ഷക്കണക്കിന് ആളുകളുടെ ജീവനോപാധി കൂടിയാണ്. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകളും ഭൂപ്രകൃതിയും കാരണം ബ്രഹ്മപുത്ര ഇന്ത്യയിലൂടെ ഒഴുകുമ്പോൾ വ്യാപ്തി കൂടുന്ന ഒരു നദിയാണെന്ന് ആസം മുഖ്യമന്ത്രി പറഞ്ഞ ആസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞിരുന്നു. മാത്രവുമല്ല, ഈ ചൈന ബ്രഹ്മപുത്രയിലെ വെള്ളം തടഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതം അനുഭവിക്കുന്നത് ഇന്ത്യയിലെ നിരവധി പേരാണ്. വെള്ളം തടഞ്ഞാൽ ഈ പൊട്ടുന്നത് സാഹചര്യം മാത്രമാണ് എപ്പോഴും ആലോചിക്കുന്നത്. അല്ല, അതെ, തടഞ്ഞിട്ടാണല്ലോ നമ്മൾ പണി കൊടുത്തത്. വരൾച്ച ഉണ്ടാക്കാം, കൃഷി ഇല്ലാതാവും, വ്യവസായങ്ങളില്ലാതാവും, ഇത്തരത്തിൽ. അപ്പോൾ അതിന് ഒരു ബദൽ കണ്ടിട്ടുണ്ട്, അറിയാമല്ലോ. നമ്മളവിടെ ഒരു എത്തോളം 10 ഗാലൺ അങ്ങനെ എത്തോണം, അതിൻ്റെ കണക്ക് ഞാൻ മറന്നുപോയി. അത്തരത്തിലുള്ള ഒരു സംഭരണി അവിടെ അതിൻ്റെ പണി ആരംഭിച്ചിട്ടുണ്ട്. ഈ ആസാം മുഖ്യമന്ത്രി തന്നെ പേമാ ഖണ്ഡു ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് അരുണാചൽ പ്രദേശിൽ ഇത്തരത്തിലുള്ള ഒരു
മുൻകരുതൽ എടുത്തിട്ടുണ്ട്. ഡാമിൻ്റെ ഒരു കാര്യം ഉണ്ട് അവിടെ, ഈ പറഞ്ഞ പോലെ സംഭരണി ഉണ്ട് അവിടെ. അത്തരത്തിൽ അവരൊരു ഒരു നീക്കത്തിലേക്ക് കടന്നു കഴിഞ്ഞു. അപ്പോൾ വെള്ളം, അതായത് വരൾച്ച കൊണ്ട് ഇനി മുട്ടിക്കാൻ പറ്റില്ല, ബുദ്ധിമുട്ടുണ്ടാവില്ല അന്ന്. പക്ഷേ ഈ പ്രളയത്തിൻ്റെ സാധ്യത അപ്പോഴും ഉണ്ട്. അപ്പം ഈ ചൈന ബ്രഹ്മപുത്രയിലെ വെള്ളം തടഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതം അനുഭവിക്കുന്നത് ഈ അരുണാചൽ പ്രദേശ്, ആസം 2 സ്ഥലത്താണ്. അപ്പോൾ അതിനിടയ്ക്കാണ് ഈ കഴിഞ്ഞ ദിവസം അരുണാചൽ പ്രദേശ്, കഴിഞ്ഞ ദിവസമല്ല കഴിഞ്ഞ മാസമാണെന്ന് തോന്നുന്നു, അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രിയായിട്ടുള്ള പേമാ ഖണ്ഡു, BJP നേതാവായിട്ടുള്ള അദ്ദേഹം പറഞ്ഞു ഇന്ത്യക്കും ചൈനയായിട്ട് ബോർഡറൊന്നുമില്ല, അത് ഇന്ത്യക്കും ടിബറ്റുമായിട്ടേ ബോർഡറേ ഉള്ളൂ. ടിബറ്റിനെ ഒരു രാജ്യമായിട്ട് ഔദ്യോഗിക സ്റ്റേറ്റ്മെൻ്റ് അല്ല, അത് ചൈന നല്ല രീതിയിൽ ചൊടിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഈ പറയുന്ന രാജ്യങ്ങൾ, ഈ പറയുന്ന സംസ്ഥാനങ്ങൾ നോട്ടപ്പുള്ളികളാണ് ചൈനയുടെ. അപ്പോൾ അതുകൊണ്ട് ആണ് ചൈന ഇത്തരത്തിലൊരു, എന്തായാലും അതിന് കൃത്യമായൊരു മറുപടി ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞു. അതായത് ഇവിടെ അടിച്ച അവിടെ അടി വീഴുമെന്നുള്ള രീതിയിൽ ചെക്ക്മേറ്റ് വെച്ചിട്ടുണ്ട്. അതെ.